ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ബാംഗ്ലൂർ ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ക്ലാസ്സിന് പോകാൻ വേണ്ടി പോകുന്നു. പുറത്തിറങ്ങിയിട്ട് ലിഫ്റ്റിന് കാത്തുക്കുമ്പോഴേക്കുണ്ട് എൻ്റെ ചെരുപ്പിൻ്റെ ചാത്തൻ നമ്മളെ ബീച്ചിൽ കയറിയത് കൊണ്ട് ഞാൻ അത്രയും വേഗം പൊട്ടിക്കണം. പിന്നെ നമ്മൾക്ക് ഇടുന്ന് പോകുമ്പോൾ എന്തായാലും കുട വേണം. കുട ഇല്ലെങ്കിൽ നമ്മൾ കരിയും. പിന്നെ ഇങ്ങനെ ഈ വണ്ടിയിൽ ഒന്നിട്ട് പോകുന്നില്ല. അതേപോലെ കുറേ ആൾക്കാരുടെ പച്ചക്കറി ഫ്രൂട്ട്സ് എല്ലാം അങ്ങനത്തെ വിൽക്കുന്നുണ്ട്. പിന്നെ ഒരു 15 മിനിറ്റ് നടന്നതിന് ശേഷം നമ്മൾ ക്ലാസ്സിലേക്ക് എത്തി. ഈ സ്റ്റെപ്പ് കയറലാണ് വലിയ ചടങ്ങ്. കാരണം ഇവിടുത്തെ ലിഫ്റ്റിൽ എപ്പോൾ ആളായിരിക്കും. ഒന്നാമത് 10-15 മിനിറ്റ് നടന്നിട്ട് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ക്ലാസ്സിലിരുന്ന് ക്ലാസ് കേട്ടിട്ട് ഞാൻ വെറുതെ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഒരാളുണ്ട് അട്ടം നോക്കിയിട്ട് എന്താ ചെയ്യുന്നത് എനിക്കറിയില്ല. അട്ടം നോക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവർ രണ്ടാളെ എനിക്ക് ഫസ്റ്റ് ദിവസം തന്നെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയാന്ന് എൻ്റെ ബാക്കിൽ ഇരുന്നിട്ട് നല്ല കൊണയടി, നല്ല മലയാളം. അപ്പം ഞാൻ മലയാളികളാണെന്ന് മനസ്സിലാക്കി 2 വ്യക്തികളാണ്, നശ്വയും മഞ്ജുമി. പിന്നെ ഇത് വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ബാക്ക് അടിച്ചിട്ട് വീണ്ടും ചെയ്യുന്നു. അതിനെ പറ്റിയിട്ട് ഒരാളിവിടെ ഘോരമായി പ്രസംഗിക്കുന്നു. അതെല്ലാം ഇവിടെ നടക്കുന്നത്. പിന്നെ വേറൊരാൾ കൂടെ അതിനപ്പുറം ഇരിക്കുന്നുണ്ട്. ആള് ക്ലാസ്സിലേ അല്ല, ആള് ഫോണിൽ എന്തോ പാട്ട് കേൾക്കുക എന്തോ ചെയ്യല്. ഇതാണ് ആളെ കാണിക്കുമ്പോഴേക്ക് ആൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആയിപ്പോയി. അരുണാന്ന് പേര്. പിന്നെ നട്ടപ്പൂരിൻ്റെ വിലത്ത് നമ്മൾ നേരെ ഇവരെ ഫ്ലാറ്റിലേക്ക് പോയി. ഇവള് ഉമ്മ നടന്നായിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഉച്ചക്കത്തെ ഫുഡ് ഇവരെ ഫ്ലാറ്റിൽ നിന്നാണ് ഉണ്ടായിരുന്നു. കുറേ ദിവസത്തിന് ശേഷം വീട്ടിലത്തെ ഫുഡെല്ലാം കഴിക്കുമ്പോൾ തന്നെ ഒരു സുഖം. കഴിക്കുന്നതിന് മുമ്പിട്ട് അത് കാണുമ്പോൾ തന്നെ ഒരു സുഖം ഉണ്ടായിരുന്നു എനിക്ക്. നല്ല മീൻപൊരിയും മീൻകറിയും അച്ചാറും തൈരെല്ലാം ഉണ്ടായിരുന്നു. കേരളം വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് കഴിച്ചാലും ഞാൻ പിന്നെ കക്കൂസിലാണ് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ വയറങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ എനിക്കൊരു സുഖം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ PG യിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ എത്രയുള്ളൂ ടാറ്റ.